ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു എക്സാം, അതായത് കഴിഞ്ഞ തൊട്ട് മുന്നേ നടന്ന എക്സാമിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എത്ര പേര് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു, കട്ട് ഓഫ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കട്ട് ഓഫ് ഒന്നും ഈ വർഷവും അതുപോലെ ആവണമെന്നല്ല നമ്മൾ പറയുന്നത്, ബട്ട് നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും എത്രത്തോളം വേക്കൻസീസ് വരും, നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പേ സ്കെയിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. 27,200 തൊട്ട് 73,600 വരെയാണ് നമ്മുടെ പേ സ്കെയിൽ എന്ന് പറയുന്നത്. ആൻഡ് ബാക്കി എല്ലാ ഡീറ്റെയിൽസും സെയിം തന്നെയാണ്. ഓൾറെഡി നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്തുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. 205/2022 ആണ് നമ്മുടെ കാറ്റഗറി കോഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം കാറ്റഗറി നമ്പർ 244/2018 ആണ്. നമ്മുടെ റാങ്ക് ലിസ്റ്റ് നമ്പറാണ് 2022 വന്ന റാങ്ക് ലിസ്റ്റാണ്. നമ്മുടെ കാറ്റഗറി കോഡ് 244/2018 ആയിരുന്നു. 2018 നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് 22 റാങ്ക് ലിസ്റ്റ് വന്നത്. പക്ഷേ അത്രയും ഗ്യാപ്പ് ഇനി നമുക്ക് എക്സാമിനും നോട്ടിഫിക്കേഷനും ഇടയ്ക്ക് ഉണ്ടാകത്തില്ല. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 നമ്പറും പറഞ്ഞത്. അതായത് നമുക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വിതിൻ ആ ഇയർ തന്നെ എക്സാം നടക്കാനുള്ള ചാൻസസ് അല്ലെങ്കിൽ പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. പണ്ടത്തെ പോലെ 3-4 വർഷമൊന്നും എടുക്കത്തില്ല. എക്സാം ആ വർഷം തന്നെ നടന്നു കഴിഞ്ഞാൽ മാക്സിമം അടുത്ത വർഷത്തിനുള്ളിൽ റാങ്ക് ലിസ്റ്റ് വരും. സോ ഈ 4 വർഷം എന്നുള്ള ഗ്യാപ്പ് നമുക്ക് 2 വർഷം റാങ്ക് ലിസ്റ്റും നോട്ടിഫിക്കേഷനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് പ്രതീക്ഷിക്കാവുള്ളൂ. റാങ്ക് ലിസ്റ്റും നമ്മുടെ നോട്ടിഫിക്കേഷനും എക്സാമും തമ്മിലുള്ള ഗ്യാപ്പും വളരെ കുറവ് തന്നെയായിരിക്കും. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതാണ് നമ്മുടെ മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് 2021 എക്സാം നടന്നത്. 31/7/2021 എക്സാം നടന്നത്. 2018 നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 65.33 ആയിരുന്നു. നമ്മുടെ ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് 65.33 ആയിരുന്നു. ആൻഡ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്ന ആൾക്കാരുടെ എണ്ണം 1517 ഓക്കെ, അപ്പോൾ 65.33 എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു പേപ്പറായിരുന്നു. അപ്പോൾ 65 എന്ന് പറയുന്ന കട്ട് ഓഫിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എക്സാംസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 50ക്കും 60ക്കും മാക്സിമം, ചിലപ്പോൾ 40 to 50 അല്ലെങ്കിൽ 40 to 60 എന്നുള്ള റേഞ്ച് ഞാൻ പറയാം. അതായിരിക്കും കുറച്ച് നല്ല. 40 to 55 എന്നുള്ള റേഞ്ച് ആയിരിക്കും കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇതാണ് നമ്മുടെ ഷോർട്ട് ലിസ്റ്റുകളുടെ ഒരു കട്ട് ഓഫ്. നോർമലി നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ. പക്ഷേ നമുക്ക് ഓവർസിയർ എക്സാംസിന് 60 എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് ഇപ്പോൾ വരാറില്ല. ഒരു എക്സാമിന് നമുക്ക് അങ്ങനെ കാണാൻ കഴിയത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ സിലബസ് ആണ്, കുറച്ചുകൂടി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് 60 താഴെ കട്ട് ഓഫ് വരാത്തത്. പിന്നെ നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്ക് ഈ 60 എന്ന് പറയുന്ന മാർക്ക് എത്താനായിട്ട്, ഓവർസിയർ എക്സാംസിൻ്റെ കാര്യമാണ് പറയുന്നത്, 60 എന്ന് പറയുന്ന മാർക്ക് എത്താനായിട്ട് വലിയ താമസമൊന്നുമില്ല. അതായത് ബേസിക് ലെവലിലുള്ള കാര്യങ്ങൾ നമ്മൾ സബ്ജക്ട്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ 60 എന്നുള്ള മാർക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ 60 എന്ന് പറയുന്ന മാർക്ക് എത്തിക്കഴിഞ്ഞാലും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു റാങ്ക് പൊസിഷനിൽ വന്ന് ജോലി കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പം നമുക്ക് ഈ 60 എന്ന് പറയുന്ന മാർക്ക് എത്തിയാൽ പോരാ. അതായത് നമ്മൾ ബേസിക്കലിയുള്ള കാര്യങ്ങൾ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റിൽ വന്ന് 60 മാർക്ക് നമുക്ക് കിട്ടിയാൽ പോരാ. നമുക്ക് എന്ത് വേണം? 60+ അല്ലെങ്കിൽ 70+ ഉണ്ട്. ചില റാങ്ക് ലിസ്റ്റ്, ചില നമ്മുടെ ലിസ്റ്റുകൾ 8, 80+, 90+ വരെ ഓവർസിയർ റാങ്ക് ലിസ്റ്റുകളിൽ നമ്മുടെ ഷോർട്ട് ലിസ്റ്റുകളിൽ കട്ട് ഓഫുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 60+ എന്നുള്ളത്, അല്ലെങ്കിൽ ഈ 60 എന്ന് പറയുന്ന മാർക്ക് ഏതൊരു ബിഗിനറിനും കിട്ടും. പക്ഷേ നമ്മൾ വർഷങ്ങളായിട്ട് പഠിക്കുന്നു, ഇപ്പോഴും നമ്മൾ 60 നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാക്ടീസിൻ്റെ കുറവാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി കാര്യങ്ങൾ പഠിച്ച് വെച്ചാൽ മാത്രം പോരാ. പ്രോപ്പർലി ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് റിവൈസ് ചെയ്യുക, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, പ്രാക്ടീസ് ചെയ്യാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 60 തന്നെ നമ്മൾ സ്റ്റക്കായി നിൽക്കും. അപ്പം നമ്മൾ 60 തന്നെ സ്റ്റക്കായി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടി വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, നമുക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു കട്ട് ഓഫ് 65.33 നമുക്ക് 2022 റാങ്ക് ലിസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും 65 മേലെ കട്ട് ഓഫ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 60 എന്ന ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അല്ലെങ്കിൽ ഇഫ് യു ആർ എ ബിഗിനർ, 60 എത്താൻ വലിയ പാടൊന്നുമല്ല. 60+ കടക്കുക എന്നുള്ളതാണ് നമുക്ക് ജോലി കിട്ടണമെങ്കിൽ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ലിസ്റ്റിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസിലേക്ക് പോവാം.
നമുക്ക് വന്ന 2022-ലാണ്. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 2024 17 ഫെബ്രുവരിയാണ്. നമുക്കിവിടെ 733 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അതായത് 500 സംതിങ് ആണ് പറയുന്നത്. 1500 സംതിങ് ആവട്ടെ മേ ബി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏകദേശം പകുതി ആൾക്കാർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അതായത് 700 സംതിങ് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. വിച്ച് മീൻസ് എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഏകദേശം പകുതിയോളം ആൾക്കാർക്കും അഡ്വൈസ് ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്. അതായത് അത്രയും വേക്കൻസീസ് നമുക്ക് റിപ്പോർട്ടായെന്നല്ല, 3rd ഗ്രേഡ് ആയതുകൊണ്ട് 2nd ഗ്രേഡോ 1st ഗ്രേഡോ AEO കിട്ടിയവർക്ക് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സ് നോക്കി ഒക്കെ പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും. സോ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വൈസും വേറെ ജോലി കിട്ടിപ്പോകാൻ, പൊസിഷൻ വൈസും വേറെ ജോലി കിട്ടിപ്പോകാൻ ബെസ്റ്റ് ഓപ്ഷൻ നോക്കി സെലക്ട് ചെയ്ത് പോകാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് തന്നെയാണ് ഇത്രയും അഡ്വൈസസ് പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നതിൽ ആൻറ്റിസിപ്പേറ്റഡ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ എന്തായാലും ഒരു നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് അല്ല നമ്പർ ഓഫ് അഡ്വൈസസ് പ്രതീക്ഷിക്കുന്നുണ്ട്. വീണ്ടും ഇത് 3rd ഗ്രേഡ് തന്നെയാണ്. 2nd ഗ്രേഡ് നമുക്ക് PWD ഇറിഗേഷൻ സിവിലുകാർക്ക് വിളിച്ചിട്ടുണ്ട്. 1st ഗ്രേഡ് ഓവർസിയർ ഇനി LSCD വരും, AE LSCD വരും. അപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇനി വരാനിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും കോമൺ ആയ ഒരു റാങ്ക് ലിസ്റ്റിൽ ഓരോ ലിസ്റ്റിലും വരാൻ ചാൻസ് ഉണ്ട്. സോ ഹയർ ഓപ്ഷൻസ് കിട്ടിയ ആൾക്കാർ പോയി NJD വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു രീതിക്കുള്ള അഡ്വൈസസ് ഇവിടെയും പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നമുക്ക് 2025-ലാണ് നമ്മുടെ ലിസ്റ്റ് തീരാൻ സാധ്യതയുള്ളത്. നമുക്ക് 2025-നുള്ളിൽ എക്സാം നടക്കാൻ ചാൻസസ് അതുകൊണ്ട് വളരെ കൂടുതലാണ്. 2025 4 മാസത്തിനുള്ളിൽ എക്സാം നടക്കാനും ചാൻസ് വളരെ കൂടുതലാണ്. സോ നോട്ടിഫിക്കേഷൻ വന്ന് ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു റഫ് എസ്റ്റിമേഷനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അധിക സമയം നമുക്ക് എക്സാമും ഈ ഒരു നോട്ടിഫിക്കേഷനും ഇടയ്ക്ക് ഉണ്ടാവത്തില്ല. പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കാതെ പഠിച്ച് തുടങ്ങണം എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. സോ ഓൾ ദ ബെസ്റ്റ്, പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും. പിന്നെ നമ്മുടെ എൻട്രിയിലെ വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നോർമൽ ബാച്ചും ഗോൾഡ് ബാച്ചസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ഫോം ഫില്ല് ചെയ്യാം. താങ്ക് യു.